സുൽത്താൻ ബത്തേരി MLA ശ്രീ IC ബാലകൃഷ്ണൻ നമ്മോടൊപ്പമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ പ്രതീക്ഷിച്ചതാണ് VD സർക്കാരിൽ ഒരു മന്ത്രിസ്ഥാനം പട്ടികവർഗ വിഭാഗത്തിന്. ഉമ്മൻചാണ്ടി സർക്കാരിൽ അതുണ്ടായിരുന്നു, PK വിജയലക്ഷ്മി ഉണ്ടായിരുന്നു മന്ത്രിയായിട്ട്. ഇത്തവണ താങ്കളുടെ അണികളടക്കം വളരെ പ്രതീക്ഷ വച്ചു പുലർത്തിയിരുന്നു ട്രൈബിന്, പട്ടികവർഗ വിഭാഗത്തിന് ഒരു മന്ത്രി ഉണ്ടാകുന്നത്. പക്ഷേ SCക്ക് മാത്രമാണ് ഒരു മന്ത്രിയെ നൽകിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? പ്രതീക്ഷിച്ചിരുന്നു? എന്താണ് സംഭവിച്ചത്? പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പട്ടികവർഗക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു വകുപ്പ്, പട്ടികവർഗ വകുപ്പും പട്ടികജാതി വകുപ്പ് രണ്ടാക്കി മാറ്റി 2 മന്ത്രിമാരുണ്ടായിരുന്നു. അത് ഷെഡ്യൂൾ കാസ്റ്റിൽ നിന്നും അനിൽകുമാറും AP അനിൽകുമാറും, ഷെഡ്യൂൾ ട്രൈബിൽ നിന്നും അന്ന് മാനന്തവാടിയിൽ നിന്ന് വിജയിച്ചു വന്ന PK ജയലക്ഷ്മി മന്ത്രിയായിരുന്നു. അതേ സ്റ്റാറ്റസ് കോ ഈ തവണയും നടപ്പാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആവശ്യപ്പെടാൻ കാരണം വിവിധ സംഘടനകൾ ഈ കാര്യങ്ങളൊക്കെ നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ബയോഡാറ്റ എല്ലാ നേതാക്കൾക്കും സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തീരുമാനങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഏതാണ്ട് അവസാന ഘട്ടം വരെ ഉണ്ടായിരുന്നു. പിന്നെന്താണ് പെട്ടെന്ന് മാറ്റിയിട്ട് 4ാം ഊഴം വരുന്ന ഒരാളെന്ന നിലയിൽ അതിനൊരു അർഹത കൂടിയുണ്ട് താങ്കൾക്ക്. അപ്പോൾ ഒരു ടേം വ്യവസ്ഥയിൽ ഇപ്പോൾ OA തുളസി SC, അത് കഴിഞ്ഞിട്ട് ST എന്നുള്ള ടേം വ്യവസ്ഥയിൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? അല്ല, തീർച്ചയായിട്ടും എനിക്കറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. ഹൈക്കമാൻഡ് ദീപാദാസ് മുൻസി ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളോട്, പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയോട് നേരിട്ട് ഫോണിൽ കൂടി സംസാരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2.5 വർഷം തുളസിയും 2.5 വർഷം IC ബാലകൃഷ്ണനും ടൈമിംഗ് വ്യവസ്ഥയിലേക്ക് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പാർട്ടിനെ അറിയിക്കായിരിക്കും. KPC പ്രസിഡന്റ് പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞാൽ, പ്രത്യേകിച്ച് ദീപാദാസ് മുൻസിയെ പോലുള്ള കേരളത്തിൻ്റെ ഇൻചാർജ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അത് കാര്യങ്ങൾ പറഞ്ഞാൽ അത് കൃത്യം. പിന്നെ KC വേണുഗോപാൽ MP ഒക്കെ ചർച്ചയുടെ ഭാഗമാണല്ലോ. അവരൊക്കെ കൂടി എടുത്ത തീരുമാനമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ട്രൈബിനൊരു മന്ത്രി വേണ്ടതല്ലേ? എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കൾച്ചർ അനുസരിച്ച്, ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അവരെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ ട്രൈബ്സിന് അനുവദിക്കുന്ന പദ്ധതികൾ, അവരുടെ ബഡ്ജറ്റ് തുക ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രാദേശിക തലങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അത് തദ്ദേശ സ്വയംഭരണം വരെ പോകുമല്ലോ, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഒരു മന്ത്രി കേരളത്തിൽ ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പട്ടികവർഗത്തിൻ്റെ ഫണ്ട് അവരിലേക്ക് തന്നെ എത്തും എന്നാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അല്ലാതെ അതിൽ വേറെ ദുരുദ്ദേശങ്ങളൊന്നുമില്ല. ഒരു അധികാരസ്ഥാനം പിടിച്ചെടുക്കുക എന്നുള്ളതൊന്നുമില്ല. ഒരു താഴെത്തട്ടിൽ കിടക്കുന്ന സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി, അവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കി പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി ഒരു വകുപ്പ് മന്ത്രി ഉണ്ടാകണമെന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനാ നേതാക്കളും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടത്. തീർച്ചയായും.